അസ്സലാമു അലൈക്കും. തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു പദമാണ് ജിഹാദ്. പലപ്പോഴും ഇതിനെ അക്രമവുമായോ യുദ്ധവുമായോ മാത്രമാണ് പലരും ബന്ധിപ്പിക്കുന്നത്. എന്നാൽ ജിഹാദ് എന്ന പദത്തിന്റെ യഥാർത്ഥ അർത്ഥം പരിശ്രമിക്കുക, കഠിനാധ്വാനം ചെയ്യുക അല്ലെങ്കിൽ പ്രയത്നിക്കുക എന്നൊക്കെയാണ്. ബദർ യുദ്ധം കഴിഞ്ഞ് മടങ്ങവേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ഇപ്രകാരം പറഞ്ഞു: നമ്മൾ ചെറിയ യുദ്ധത്തിൽ നിന്നും വലിയ യുദ്ധത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു. അപ്പോൾ സ്വഹാബികൾ അത്ഭുതത്തോടെ ചോദിച്ചു: അള്ളാഹുവിന്റെ ദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിനേക്കാൾ വലിയ യുദ്ധം ഏതാണ്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി: അത് സ്വന്തം നെഫ്സിനോടുള്ള പോരാട്ടമാണ്. നെഫ്സിനോടുള്ള പോരാട്ടത്തെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ യുദ്ധമായി വിശേഷിപ്പിച്ചത്. മറ്റൊരു ഹദീസിൽ പറയുന്നു: അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ സ്വന്തം മനസ്സിനോട് പോരാടുന്നവരാണ് യഥാർത്ഥ പോരാളി. അപ്പോൾ സ്വന്തം നെഫ്സിനോടുള്ള പോരാട്ടമാണ് യഥാർത്ഥ ജിഹാദ്. അങ്ങനെ പോരാടുന്നവനാണ് യഥാർത്ഥ ജിഹാദിയും. നെഫ്സ് എന്നത് പല അർത്ഥത്തിലും പ്രയോഗിക്കപ്പെടുമെങ്കിലും ഗൗസുൽ ആലം ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു മനുഷ്യന്റെ നെഫ്സിന്റെ അവസ്ഥകളെ ഇപ്രകാരം 7 വിഭാഗങ്ങളായി വിശദീകരിച്ചിട്ടുണ്ട്. 1. നെഫ്സ് അമ്മാറ, തിന്മയിലേക്ക് തള്ളുന്ന നെഫ്സ്. ദുഷിച്ച നെഫ്സാണിത്. ഏത് ഹീനകൃത്യങ്ങൾക്കും പ്രചോദനമേകുന്ന അധംപതിച്ച നെഫ്സ്. ഈ അവസ്ഥയിലുള്ള നെഫ്സ് 70 പിശാചിനേക്കാൾ ഭയങ്കരനാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് അകറ്റപ്പെട്ട നെഫ്സാണിത്. പിശുക്ക്, കാമം, മോഹം, അസൂയ, അശ്രദ്ധ തുടങ്ങിയവയെല്ലാം ഈ നെഫ്സിന്റെ സ്വഭാവങ്ങളാണ്. 2. നെഫ്സിൽ ലവ്വാമ, സ്വയം കുറ്റപ്പെടുത്തുന്ന നെഫ്സ്. തിന്മ ചെയ്യുന്ന പ്രവണത മുൻപത്തേതിനെ അപേക്ഷിച്ച് കുറവാണെങ്കിലും പാടെ തിന്മകളിൽ നിന്ന് മുക്തമല്ല. എന്നാൽ തിന്മ ചെയ്താൽ ഈ അവസ്ഥയിൽ വലിയ മനസ്താപം ഉണ്ടാകും. വേണ്ടായിരുന്നുവെന്ന് മനസ്സ് സ്വയം വിമർശിച്ചുകൊണ്ടിരിക്കും. 3. നെഫ്സ് മുൽഹിമ, നന്മയിലേക്ക് പ്രചോദനം ലഭിക്കുന്ന നെഫ്സ്. നന്മ ചെയ്യാനും അള്ളാഹുലേക്ക് അടുക്കാനും പ്രചോദനം നൽകുന്ന നെഫ്സാണിത്. അമലുകൾ ചെയ്യുന്നതിൽ അലസതയൊന്നും ഇവർക്കുണ്ടാവുകയില്ല. ദാനം ചെയ്യുന്ന ശീലം, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടൽ, വിനയം, പശ്ചാത്താപം, ക്ഷമാസഹനം തുടങ്ങിയവയെല്ലാം ഇതിന്റെ സ്വഭാവ ഗുണങ്ങളാണ്. 4. നെഫ്സു മുത്തുമഇന്ന, ശാന്തമായ നെഫ്സ്, അതായത് ശാന്തമായ ആത്മാവ്. ദൈവസ്മരണയിൽ സമാധാനവും സംതൃപ്തിയും കണ്ടെത്തുന്ന അവസ്ഥ. അള്ളാഹുവിന്റെ ദിക്റ് കൊണ്ട് ശാന്തമായിരിക്കും ഇവരുടെ നെഫ്സ്. അറിയുക, അള്ളാഹുവിന്റെ ദിക്റ് കൊണ്ട് മനസ്സിന് ശാന്തത ലഭിക്കുന്നു എന്ന് ഖുർആൻ. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് ഭരമേൽപ്പിക്കൽ, കൂടുതലായി അള്ളാഹുവിന് ഇബാദത്തും നന്ദിയും ചെയ്യൽ, സംതൃപ്തി മുതലായവ ഇതിന്റെ ഗുണങ്ങളാണ്. 5. നെഫ്സുൽ റാലിയ, അള്ളാഹുവിൽ തൃപ്തിപ്പെട്ട നെഫ്സ്. അള്ളാഹുവിന്റെ വഴിയിൽ എന്ത് സംഭവിച്ചാലും ഇവർ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കും. ദീനിന്റെ പേരിൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഭാരമായി തോന്നില്ല, മറിച്ച് അതൊരു അനുഗ്രഹമായി കാണും. 6. നെഫ്സ് മർലിയ, അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന ആത്മാവ്. അള്ളാഹുവിന് പ്രിയങ്കരമായ പ്രവർത്തനങ്ങളിലൂടെ ദൈവപ്രീതി നേടുന്ന അവസ്ഥ. അള്ളാഹുവിനോട് അടുത്ത ഇവരെ അള്ളാഹു പരിപൂർണമായും സ്നേഹിക്കുകയും ചെയ്യുന്നു. 7. നെഫ്സ് കാമില, പൂർണ്ണതയിലെത്തിയ ആത്മാവ്. പരിപൂർണത കൈവരിച്ച നെഫ്സ് എന്നാണ് ഇതിന്റെ അർത്ഥം. നെഫ്സിന്റെ മുത്തുമയിന്നായ അവസ്ഥയിൽ നിന്ന് റാലിയ, മർലിയ എന്നീ അവസ്ഥകളിലൂടെ മുന്നേറിയവര് എത്തിപ്പെടുന്ന അത്യുന്നതമായ അവസ്ഥയാണിത്. ഖുർആനിൽ അള്ളാഹു പറയുന്നു: മുത്തുമയിന്നായ നെഫ്സി, നീ നിന്റെ നാഥനിലേക്ക് റാലിയയും മർലിയുമായി മടങ്ങുക, എന്നിട്ട് നീ എന്റെ അടിമകളുടെ കൂട്ടത്തിൽ പ്രവേശിക്കുക. ഇവിടെ പറയപ്പെട്ട എന്റെ അടിമകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നെഫ്സിന്റെ ഈ പരിപൂർണത കൈവരിച്ച ആളുകളെയാണ്. മുകളിൽ പറഞ്ഞ നെഫ്സിന്റെ ഈ 7 അവസ്ഥകളിൽ നാം ഓരോരുത്തരും നിലവിൽ ഏത് ഘട്ടത്തിലാണ് നിലകൊള്ളുന്നതെന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്കണം. ലോകത്ത് അധിക ജനങ്ങളും നെഫ്സിന്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥയായ നെഫ്സ് അമ്മാറ എന്ന അവസ്ഥയിൽ നിലകൊള്ളുന്നവരാണ്. കാരണം നിശ്ചയം നെഫ്സ് തിന്മ കൊണ്ട് കൽപ്പിക്കുന്നതാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഈ അവസ്ഥയിൽ എപ്പോഴും നെഫ്സ് തിന്മകൾ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഓരോരുത്തരുടെയും ശരീരം ഓരോ പടക്കളമാണ്. അവിടെ നെഫ്സും ഖൽബും തമ്മിൽ അത്യുഗ്രമായ പോരാട്ടം നടക്കുന്നു. എപ്പോഴും തെറ്റുകൾ പ്രേരിപ്പിക്കുന്ന നെഫ്സുൽ അമ്മാറയിൽ നിന്നും കൂടുതൽ ഉന്നതമായ അടുത്ത അവസ്ഥകളിലേക്ക് നാം എത്തിപ്പെടേണ്ടതുണ്ട്. ഈ പോരാട്ടത്തിൽ വിജയിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ശത്രുക്കളുമായുള്ള പോരാട്ടം ഒരു നിശ്ചിത സമയത്ത് അവസാനിക്കുമെങ്കിലും സ്വന്തം നെഫ്സിനോടുള്ള, മനസ്സിനോടുള്ള യുദ്ധം മരണം വരെ തുടരുന്ന ഒന്നാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നെഫ്സിനോടുള്ള ജിഹാദിനെ വലിയ യുദ്ധം എന്ന് പരാമർശിച്ചത്. എന്നാൽ ഈ വലിയ യുദ്ധത്തിൽ പോരാടാനും വിജയിക്കാനും അള്ളാഹു തന്നെ മാർഗം കാണിച്ചു തരുമെന്ന് ഖുർആൻ പറയുന്നു: വല്ലദീന ജാഹദൂ ഫീന ലനഹ്ദിയന്നഹും സുബുലന, നമ്മിൽ ജിഹാദ് ചെയ്യുന്നവർക്ക് നാം മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. മറ്റൊരായത്തിൽ ഖുർആൻ പറയുന്നു: വബ്തഉ ഇലൈഹി വസീല, അവനിലേക്ക് വസീല തേടുകയും ചെയ്യുവൻ. അള്ളാഹുവിലേക്ക് വസീല, അതായത് സമീപന മാർഗം തേടുക എന്നത് ഖുർആനികമായ ആഹ്വാനമാണ്. ഓരോ കാലഘട്ടത്തിലും അമ്പിയാക്കളിലൂടെയാണ് അള്ളാഹു ഈ വസീല മാനവകുലത്തിന് നൽകിയത്. പ്രവാചക ശൃംഖല പൂർത്തിയായതോടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ അനന്തരാവകാശികളായ ആത്മജ്ഞാനികളെയാണ്, അതായത് ആരിഫീങ്ങളെയാണ് ഈ ഉത്തരവാദിത്വത്തിനായി നിയോഗിച്ചത്. നെഫ്സിനെ സംസ്കരിച്ച് പരിപൂർണതയിലെത്തിയ ഇത്തരം ആരിഫീങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഈ ലോകത്തുണ്ടാകും. ഈ കാലഘട്ടത്തിൽ ആത്മീയ വിജയം ആഗ്രഹിക്കുന്നവർ അള്ളാഹു നിയോഗിച്ച അത്തരം കാമിലായ ഷേഖുമാരിലൂടെയാണ് തങ്ങളുടെ വസീല കണ്ടെത്തേണ്ടത്.
അതാണ് ഖുർആൻ പറഞ്ഞത്, വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ മുർഷിദ. അള്ളാഹു ആരെ ദുർമാർഗത്തിൽ ആക്കുന്നുവോ അവനെ നേർവഴിയിലേക്ക് നയിക്കുന്ന വലിയ മുർഷിദിനെ നീ കണ്ടെത്തുകയില്ല തന്നെ. അതായത് അള്ളാഹു നിർമാർഗത്തിലാക്കുന്നവർ ഒരു വലിയ മുർഷിദിനെ, ഒരു മാർഗദർശിയെ, ഒരു വഴികാട്ടിയെ കണ്ടെത്തുന്നതല്ല എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ അതിന്റെ മറുപുറം എത്രത്തോളം പ്രസക്തമാണ് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം. അള്ളാഹു ഒരാളെ നേർവഴിയിലേക്ക് നയിക്കാനും ആത്മീയമായി ഉദ്ധരിക്കാനും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവന് തീർച്ചയായും സത്യം കാണിച്ചു തരുന്ന ഒരു വലിയ മുർഷിദിനെ, ഒരു വഴികാട്ടിയെ അള്ളാഹു ഒരുക്കി കൊടുക്കുമെന്ന സുപ്രധാനമായ സത്യമാണ് ഈ വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നഫ്സിനോട് ജിഹാദ് ചെയ്ത് ആ വലിയ യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ ഒരു വലിയ മുർഷിദിനെ ഇഹ്സാനോടെ പിൻപറ്റണം. കാരണം മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ഈ നഫ്സിന്റെ ഇച്ഛകളിൽ നിന്നും പടപൊരുതി അതിലെ ആത്മാവിനെ സംസ്കരിക്കണമെങ്കിൽ, സംരക്ഷിക്കണമെങ്കിൽ ആത്മീയമായ ഒരു സഹായം ഉണ്ടായേ മതിയാവും. വെറും ഭൗതിക ലോകത്ത് മാത്രം കൈകാര്യകർത്തൃത്വങ്ങൾ പഠിച്ച അഭ്യസിച്ച മനുഷ്യർക്ക് നഫ്സിനെ അറിയാനോ നഫ്സിന്റെ അവസ്ഥകൾ അറിയാനോ സംസ്കരിക്കാനോ സാധിക്കുകയില്ല. നഫ്സിനോട് പൊരുതി ആത്മാവിനെ സംസ്കരിക്കുന്നതിന് ആത്മാവിന്റെ ലോകത്ത് പ്രവർത്തിക്കാൻ ശീലിച്ച അഭ്യസിച്ച മഹത്തുക്കൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആത്മസംസ്കരണത്തിന് ഒരു ഗുരു അത്യന്താപേക്ഷിതമായി വന്നത്. ലോക പ്രശസ്തരായ സകല ആത്മീയ പ്രതിഭകളുടെയും ചരിത്രം പരിശോധിച്ചാൽ ഈ കാര്യം നമുക്ക് വ്യക്തമാകും. സുൽത്താനുൽ ഔലിയ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു, 4 മദ്ഹബിന്റെ ഇമാമുകൾ, ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തുടങ്ങിയ അവരെല്ലാം തന്നെ ഉന്നതമായ വിജ്ഞാനം ഉണ്ടായിരുന്നിട്ടും ഒരു ആത്മീയ ഗുരുവിലേക്ക് ചേർന്ന് നിന്നതും അവരുടെ തർബിയത്ത് സ്വീകരിച്ചതും ഈ ഒരു അനിവാര്യത തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എല്ലാ കാലത്തും ആത്മാവിനെ സംസ്കരിച്ച് അവിടെ കെലിമയുടെ വിത്തുകൾ പാകി നഫ്സിന്റെ ഉന്നതമായ അവസ്ഥകളിലേക്ക് എത്തിക്കുന്ന ദൗത്യമാണ് അമ്പിയാക്കൾ മുതൽ ഇന്ന് വരെയുള്ള ആത്മീയ ഗുരുക്കന്മാരായ യഥാർത്ഥ ഔലിയാക്കൾ സ്ഥലകാലഭേദമന്യേ ഭംഗിയായി നിർവഹിച്ചു പോരുന്നത്. പ്രവാചകന്മാർ വഹിച്ചതും മഹാന്മാരിലൂടെ തുടർന്നു പോകുന്നതുമായ ഇതേ ദൗത്യം തന്നെയാണ് വളാഞ്ചേരി എടയൂരിലെ ഷെയ്ഖ് മുഹമ്മദ് ബാവ ഉസ്താദ് സുൽത്താനി അവറുകൾ ഇന്ന് ലോകത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരം ദൗത്യത്തെ എന്നും തെറ്റിദ്ധരിപ്പിക്കാനാണ് സമൂഹത്തിന്റെ ഭൗതിക മേലാളന്മാർ കുതിച്ചത്. എന്നാൽ അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊന്നും ഭയപ്പെടാനില്ല തന്നെ, അവർ ദുഃഖിക്കേണ്ടി വരുന്നതുമില്ല തീർച്ച. പ്രവാചകർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഗുരുപരമ്പരകളിലൂടെ കടന്നുവരുന്ന 20-ലധികം സൂഫി സരണികളുടെ പിന്തുടർച്ചാധികാരമുള്ള ഷെയ്ഖ് അവറുകൾ നേതൃത്വം നൽകുന്ന ആധ്യാത്മ കേന്ദ്രമാണ് സുൽത്താനിയ മഹബൂബിയ മജ്ലിസ്. സുൽത്താനുൽ അംബിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സുൽത്താനുൽ ഔലിയ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, സുൽത്താനുൽ ആരിഫീൻ ഷെയ്ഖ് അഹ്മദ് കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, സുൽത്താനുൽ ഹിന്ദ് ഖാജ ഗരീബ് നവാസ് മൊഈനുദ്ദീൻ ചിശ്തി അജ്മീർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, സുൽത്താൻ ഷഹീദ് ഇബ്രാഹിം ബാദുഷാ എർവാടി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, കുത്തുബുൽ ആലം സുൽത്താൻ ഖദീറുല്ലാഹി സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തുടങ്ങിയ മഹത്തുക്കളുടെ ആധ്യാത്മ വഴികളാണ് ഈ മജ്ലിസ് കേന്ദ്രീകരിച്ച് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അന്ധവിശ്വാസങ്ങളെയും വർഗീയതയും ശക്തമായി എതിർത്തുകൊണ്ടുള്ള നിലപാടിലൂന്നി പ്രവർത്തിക്കുന്ന ഷെയ്ഖ് അവറുകൾ ജാതിമത ഭേദമില്ലാതെ മനുഷ്യരെ അറിവിന്റെയും ആത്മസംസ്കരണത്തിന്റെയും ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു.